ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂരുള്ള പൂമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഡസ്റ്റർ കുട്ടനിലാണ് പോകുന്നത്. അവലിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരും അമ്മതേ മാസ്ക് ഒക്കെ വെച്ച് അനിയത്തി ഇങ്ങോട്ട് നോക്കണേ ഇല്ല. വെച്ചോട്ടെ നോക്കിയേ, വെച്ചോട്ടെ നോക്കിയേ, വെച്ചോട്ടെ നോക്കിയേ. ആയിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 2 മിനിറ്റിനുള്ളിൽ അവിടെ എത്തുന്നതാണ്. ఇంకేం కావాలే చాలే ఇది చాలే నీకే నువ్వై వచ్చి వాళ్ళవే ఇకపై తిరనాళే గుండెల్లో నా వేగం పెంచావే. അപ്പോൾ നമ്മുടെ ചെപ്പാറ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ചെപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് കയറാനുള്ള ഒരു വഴി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൂടെ കയറി പോണം മുളിക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ കയറി പോവുകയാണ്. കേറിക്കോ, നിനക്ക് എടുക്കാൻ പറ്റുമോ? നീ എടുത്തിട്ട് അത് കുഴപ്പമില്ല. എന്താ മാസ്ക് കേറാനാ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, ഇറങ്ങാൻ കുഴപ്പമുണ്ടാവില്ല. ഞാനെടുക്കാം. നിനക്ക് കയറണമെങ്കിലേ നീര അത് പിടിക്കണ്ടേ, വീഴും നീ അല്ലെങ്കിൽ. ഉണ്ണിക്കുട്ടനെ കയറോ മോനെ? ഇതുമ്മ പിടിച്ചോ നീ കൂട്ടെ, ഇതുമ്മ പിടിക്ക്, ഇതുമ്മ പിടിക്ക്, പിടിക്ക്, കേറ്. എന്ത് എത്ര ആൾക്കാർ പിടിച്ചതോ? അയ്യോ, പിടിക്കാണ്ട് ഇപ്പൊ എനിക്ക് വന്നിട്ട് സാനിറ്റൈസ് ചെയ്യാടി, അത് നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പൊ ചെപ്പാറ കയറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, പിടിക്കാണ്ട് പറ്റില്ലല്ലോ. കുറച്ച് കയറാനുണ്ട് കേട്ടാ. കയറുവന്നാ നമ്മുടെ ഉണ്ണിക്കുട്ടി ഇവിടെ സ്ട്രക്കായി നിൽക്കുകയാണ്. എൻ്റെ അമ്മേ, കുറച്ച് കയറാനുണ്ട്. അനിത ഇവിടെ ദേ കിതച്ചു പൊട്ടി നിൽക്കുകയാണ്. വിച്ചൂട്ടിനെ പിടിച്ച്. അമ്മേ, അയ്യോ, കേറാതെ പറ്റല്ലോ. തുത്തു അങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് വാ തുത്തു. ഈ കമ്പനി നമ്മുടെ അപ്പച്ചവിടെ മട്ടി നിൽക്കാണ്. ഞാനും നല്ലോണം കിതച്ചു. ഇതാണ് താഴത്തോട്ടുള്ള വ്യൂ. കയറാൻ ഇച്ചിരി പാടുണ്ട്, എന്നാലും കയറി. തൊത്ത് നമ്മ പിടിച്ച് കയറടാ. എൻ്റെ ഇല്ലടി, ആ വണ്ടിയിലുണ്ട്. കയറി എത്തിയടി, നമ്മള് എത്തി, കൊച്ചി എത്തി. അപ്പോൾ നമ്മുടെ ചെപ്പാടയുടെ മുകളിൽ കയറിയിട്ട് താഴത്തോട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്.
ആ കണ്ടു അമ്മ. ആരതേ അങ്ങനെ കിട്ടേക്ക് ചേച്ചിനെ കാണാല്ലേ. ആ ചേച്ചി വിളിക്കണത്. അങ്ങനെ നമ്മള് ചെപ്പാറ കയറി ഇതേ മുകളിലെത്തി. അപ്പൊ ഉണ്ണിയോളൊക്കെ കൊണ്ട് കയറാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും വലിയൊരു മലയല്ല, ഒരു ചെറിയൊരു മല. പിന്നെ ഇതിന്റെ മുകളിൽ നിന്ന് അടിയിലേക്കുള്ള വ്യൂ ആണ് ഇപ്പൊ കാണുന്നത്. ഇവിടെ നല്ല വെയിലുണ്ട്, കാരണം കണ്ണ് തുറക്കാൻ പറ്റണില്ല. ഗർത്താണ്, ഗർത്തം അഗാധമായ. എടി ഗർത്തത്തിൽ ആൾക്കാരുണ്ടടി. അഗാധമായ ഒരു ഗർത്തമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാത്രമാണ് കുറച്ച് വെയിലൊക്കെ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോ സെക്ഷനൊക്കെ പറ്റിയൊരു സ്ഥലം ഇതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അമ്മ നല്ല സ്പീഡിൽ ഇറങ്ങിപ്പോണ്ട്. പതുക്കെ പതുക്കെ പതുക്കെ. അമ്മ അവിടെ ഇരിക്കാനായിട്ട് ഒരു സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരും അവിടെ പോയി ഇരുന്നോളുക. അപ്പോൾ അവിടെ ഇരിക്കുകയായി. മിച്ചൂട്ടി ഇവിടെ തളർന്നുറങ്ങി കിടക്കുകയാണ് സുന്ദരി കുട്ടിയായിട്ട്. അപ്പച്ചൻ ഭയങ്കര ബിസിയാണ്. ചേട്ടൻ കുറച്ച് നല്ല സ്നേഹത്തിലിരിക്കും. ദാരിദ്ര്യം. ഉണ്ണിക്കുട്ടനെ എടുത്തു. ഉണ്ണിക്കുട്ടാ നോക്കിയേ. ഉണ്ണിക്കുട്ടൻ മാസ്ക് ഒക്കെ വെച്ച് ഭയങ്കര ദേഷ്യത്തിലാണ്. ആവിയൊക്കെ നമുക്ക് കിട്ടിയില്ലേ? ഞാൻ അവിടെ എന്തെങ്കിലും ഉണ്ടാവും. ചേച്ചിയുടെ മോൻ ഉണ്ണിക്കുട്ടനും തുത്തുമണിയും ഇവിടെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിസാഹസികമായിട്ട് നമ്മുടെ ഉണ്ണിക്കുട്ടൻ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുത്തുമണി അതേ മലയുടെ ഏകദേശം ഭയങ്കര സ്പീഡിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുത്തുമണി ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ് മലക്കയറ്റത്തിൽ. അപ്പോൾ ഇത്രയൊക്കെ കാഴ്ചകളാണ് നമ്മുടെ ചെപ്പാറയിലുള്ളത്. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ഉണ്ണികൾക്കൊക്കെ കുറച്ച് നടക്കാൻ പറ്റിയൊരു സ്പേസ് ഇവിടെ ഉണ്ട്. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. നമ്മുടെ ഉണ്ണിക്കുട്ടൻ അത് അങ്ങകലെ നോടി വരികയാണ് ഇപ്പോൾ. പതുക്കെ 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 പതുക്കെ. കുറച്ച് ബൈക്ക് റൈഡേഴ്സ് ഇപ്പോൾ ബൈക്കുമതേ നമ്മുടെ ചെപ്പാറ കയറി എത്തിയിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ఇంకేం కావాలే చాలే ఇది చాలే నీకే నువ్వై వచ్చి వాళ్ళవే. ഇപ്പൊ ഇവിടെ ഇരിക്കാനായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇരിക്കാൻ പോവാണ് ഇപ്പൊ. ఇకపై తిరనాళే గుండెల్లో నా వేగ
వేగం పెంచావే గుమ్మంలోకి హోలీ తెచ్చావే హే నువ్వు పక్కనుంటే ఇంతేనేమోనే నా ఒక్కో గంట ఒక్కో జన్మే మళ్ళీ നല്ല വെയിലുള്ള സമയത്താണ് നമ്മൾ എത്തിയത്. അത് കാരണം കൊണ്ട് അങ്ങോട്ട് നോക്കാനേ പറ്റുന്നില്ല. അത് നമുക്ക് നീ മുനിയറ വീഡിയോ എടുത്തോ, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പറയാം. ഈ കാണുന്നതാണ് മുനിയറ. മുനിയറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചിട്ട് പറയാം. വേറൊരു വേറെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മുനിയറയിൽ കാണുന്ന മുനിയറയിൽ കാണുന്ന ഒരു പ്രത്യേക തരം ഫ്ലവേഴ്സ് ആണ് ഈ കാണുന്നത്. മുനിയറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ സ്വാമിമാരൊക്കെ താമസിക്കുന്ന ഗുഹേനെയാണ് മുനിയറ എന്ന് പറയുന്നത്. പണ്ടത്തെ സ്വാമിമാരൊക്കെ തപസ്സിരിക്കുക മലയുടെ മുകളിലൊക്കെ അല്ലേ, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമിനുള്ളില് വന്ന് നീയം കടല് പ്രിയനേ നീയം കടല് വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെപ്പാറ ഇനി ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. കുറച്ച് ഫോട്ടോ സെഷനൊക്കെ നല്ലതാണ്, പിന്നെ ഡാൻസൊക്കെ കളിക്കാൻ നല്ലതാണ്. അപ്പോൾ ഡാൻസൊന്നും അറിയില്ല, എന്നാലും പിന്നെ ഇവിടേക്ക് വന്നപ്പോൾ ഡാൻസൊക്കെ കളിക്കാൻ കുറച്ച് മൂഡ് തോന്നിയപ്പോൾ അങ്ങ് കളിച്ചു എന്നുള്ളൂ. അല്ലാണ്ട് സ്റ്റെപ്സ് ഒന്നും അറിഞ്ഞ് കളിച്ചതല്ല, വെറുതെ ചുമ്മാ കളിച്ചതാ. നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ബോറടിക്കരുതല്ലോ. അപ്പോൾ ഇവിടെ കുറേ കാണിച്ചു തരാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കാക്കിട്ടിട്ട് കച്ചിങ് പറഞ്ഞ അവന് ധൈര്യമായിട്ട് ഇറങ്ങിക്കൂടാ. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. മാസ്ക് അമ്മേരെ കയ്യിൽ പെട്ടു. അപ്പോൾ അനിയത്തിയുടെ ഷോൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഇവിടെ ചെക്കിങ്ങിന് പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ബൈ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. സെൽഫി മതി. അപ്പോൾ നമുക്ക് പറഞ്ഞു. അപ്പോൾ ചെപ്പാറ ഇറങ്ങി ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആവാന്ന് വിചാരിച്ചു. മേലെ എനിക്ക് ശീലമില്ലാത്ത കാരണം കൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര കിതപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ കയറാൻ പോകുന്ന ഒരു കഫേ കാണിച്ചോ കഫേ. അപ്പോൾ നമ്മൾ ഒരു ചായ കുടിക്കാൻ വെച്ച് ഒരു കോഫി ഷോപ്പിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ കാണുന്നതാണ് ഇത്. ചായ ഇവിടെ വെക്കായിരുന്നു. അപ്പോൾ എൻ്റെ ചായയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്.
നല്ല ചൂടുണ്ട് കേട്ടോ ചായ, നല്ല അടിപൊളി ചായ. ഉണ്ണിക്കുട്ടൻ ഇവിടെ വളരെ സീരിയസ് ആയിട്ട് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിച്ചു ഭയങ്കര തല്ലുകൂടി പിണങ്ങി നിൽക്കുകയാണ് അമ്മയായിട്ട്. അപ്പാപ്പ മിച്ചുട്ടിനെ നോക്കി ചിരിച്ച് നിൽക്കുകയാണ്. ആയ് അപ്പച്ചനെ പഠിച്ചു. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ തൂത്തുമണി ഇതേ ഇവിടെ ജ്യൂസൊക്കെ കൂടി കഴിഞ്ഞ് മാസ്ക് ഒക്കെ വെച്ച് പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി കാറിലോട്ട് പോവാം. ఇంకేం కావాలే చాలే ఇది చాలే నీకే నువ్వై వచ్చి వాళ్ళవే ఇకపై తిరనాళే గుండెల్లో నా వేగం పెంచావే గుమ్మంలోకి హోలీ తెచ్చావే నువ్వు పక్కనుంటే ఇంతేనేమోనే నా ఒక్కో గంట ఒక్కో జన్మే మళ్ళీ పుట్టి చేస్తున్నానే ఇంకేం కావాలే చాలే ఇది చాలే నీకే నువ్వై వచ్చి వాళ్ళవే ఇకపై తిరనాళే ఊహలకు దొరకని సొగసా ఊపిరిని వదలని గొలుసా నీకు ముడి పడినది తెలుసా మనసున ప్రతి కొసా నీ కన్నుల మెరపుల వరసా రేపినది వయసున రభసా నా చిలిపి కలలకు బహుశా ఇది వెలుగుల దశా ఎదుట నిలబడు చనువే వేసా అందుకొని గగనపు కొనలే చూసా ఇంకేం కావాలే చాలే ఇది చాలే నీకే నువ్వై వచ్చి వాళ్ళవే ఇకపై తిరనాళే ഞങ്ങളിപ്പോ ടൂറൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പൊ നല്ലൊരു ടൂറായിരുന്നു, കുഞ്ഞൊരു ട്രിപ്പാണെങ്കിലും നല്ലപോലെ ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ എന്താ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം അൽഫാം ചിക്കൻ കഴിച്ചാലോ എന്ന്. അപ്പൊ അങ്ങനെ അൽഫാം ചിക്കൻ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ, ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു. അപ്പൊ അതിന്റെ കുഞ്ഞൊരു വീഡിയോ അതില് ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചേട്ടൻ ഷവർമയും മേടിച്ചു തന്നു ഞങ്ങൾക്ക്. അപ്പൊ ഇന്നത്തെ കാര്യം നല്ല അടിപൊളിയായി, കുഞ്ഞൊരു ട്രിപ്പായി, നല്ല ഫുഡായി. അപ്പൊ ഇവിടെ ഉണ്ണിയോട് കുറെ തട്ടുമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, കുറേ കുട്ടികളുള്ള വീടാണ്. അപ്പൊ അതില് രണ്ടാളിപ്പോ കുറഞ്ഞു. കാരണം എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അനീത്തി ബാംഗ്ലൂർ സെറ്റിലാണ്. അപ്പൊ അവളിപ്പോ ബാംഗ്ലൂർക്ക് തിരിച്ചു പോയി. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മിസ്സിംഗ് ആണ്. ഞങ്ങളുടെ എന്താ പറയാ, എല്ലാവരും കൂടി ഉണ്ടാകുമ്പോ ഒരു പ്രത്യേക സന്തോഷല്ലേ നമുക്ക്. അപ്പൊ അവള് തിരിച്ചു പോയി. ആ ഒരു കുഞ്ഞൊരു സങ്കടത്തിലും കൂടിയാണ് ഞങ്ങള്.
എന്തായാലും കുഴപ്പമില്ല, 2-3 മാസം കഴിഞ്ഞ് അവള് വരും. അപ്പൊ ഞങ്ങള് കുഞ്ഞൊരു ട്രിപ്പ് പോകണം. അപ്പൊ ഈ കൊറോണയൊക്കെ മാറുമെന്ന് അറിയില്ല. കൊറോണ ഉള്ള കാരണം കൂടെ ഞങ്ങൾക്ക് ഒരിക്കലും പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഞങ്ങള് ട്രിപ്പ് ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് ഗോവയാണ്. അപ്പൊ ഗോവയ്ക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കണോ. അടുത്ത മെയ്യൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അനിയൻ വന്നതിന് ശേഷമാണ്, അപ്പോഴേക്കും അടുത്ത മെയ്യാകുമ്പോഴേക്കും നമ്മുടെ കൊറോണയൊക്കെ മാറി എല്ലാവരും നല്ല ഓക്കെ ആവുമെന്ന് വിചാരിക്കണം. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പുറത്ത് പോകുമ്പോ ചെറിയ ഉണ്ണികളുള്ള കാര്യം കൂടെ കുറെ സ്ഥലങ്ങളിൽ ഞങ്ങളെ കയറ്റുന്നില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞങ്ങള് ഡാമിൽ പോകാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ പോയ സ്ഥലത്ത് തന്നെ ഫുള്ള് ചെക്കിങ്. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് എന്താ പറയാ ഫൈൻ കിട്ടിയില്ല. കുറെ ഫാമിലീസിന് 10,000 രൂപയാന്ന് തോന്നുന്നു നമുക്ക് ഫൈൻ വരുന്നത്. അപ്പൊ നമുക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് ഫൈൻ കിട്ടിയില്ല. നമ്മുടെ കൂടെ 3 കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ പാർക്കിൽ പോയപ്പോഴും അവർ അങ്ങനെ തന്നെയാ പറഞ്ഞത്, ഉണ്ണികളുള്ളത് കാരണം കൊണ്ട് എന്താണ് ഇവരെ കയറ്റാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഭയങ്കര നിരാശയായിരുന്നു. എന്നാലും പിന്നെ ആ പാറയൊക്കെ കേറിയപ്പോ ഒരു സന്തോഷം. അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ കിട്ടി ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എനിക്ക് പറഞ്ഞു തോന്നുന്നില്ല, എന്നാലും ഒന്നുകൂടി പറഞ്ഞേക്കാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.